നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എമർജൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഫ്രം ദ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലുള്ള പോയിന്റ്സ് എന്ന് നോക്കാം. ഇത്രയും പോയിന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അതിൽ ആ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഫസ്റ്റത്തെ പോയിന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഇന്ത്യയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു സെപ്പറേറ്റ് സിസ്റ്റം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 1880-കളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുമാണ്. 1883 1883 ഡെഫിന് വേണ്ടിയിട്ട് ബോംബെയിൽ ഒരു സ്കൂൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 1887 ആയപ്പോഴത്തേനും അമൃത്സറിൽ ബ്ലൈൻഡ് സ്കൂളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1947 ആയപ്പോഴത്തേനും ബ്ലൈൻഡ് സ്കൂളുകൾ 32 ഡെഫ് സ്കൂൾ 30 ഉയർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മെന്റലി റിട്ടാർഡഡ് സ്കൂൾ 3 അതിലൊരു റാപ്പിഡ് എക്സ്പാൻഷൻ ആണ് പിന്നീട് ഓരോ വർഷങ്ങളും നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. 2000 ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ പ്രകാരം സ്പെഷ്യൽ സ്കൂളുകൾ 3000 വരെ ആയി എന്നാ പറയുന്നത്. അതായത് 2000 നമ്മൾ നോക്കുമ്പോഴത്തേനും 3000 സ്കൂളുകളാണ് ഇന്ത്യയിൽ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1960 ഒരു സ്കീം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടീച്ചേഴ്സിനെയൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ, വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികളെ, അതുപോലെ തന്നെ മറ്റ് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ടീച്ചിങ്ങും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഡിസബിലിറ്റീസിലുള്ള ആളുകൾക്കൊക്കെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്കീം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇന്റർനാഷണൽ പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസിലാണ് ഇവിടെ പറയുന്നത് എന്താണ്? യുണൈറ്റഡ് നേഷൻ ഇസ് ദ ഏജൻസി ദാറ്റ് ബെസ്റ്റ് അറ്റംപ്റ്റ്സ് ടു എംപ്ലോയ് ദ ഗോൾസ് ആൻഡ് ഐഡിയാസ് ഓഫ് ദ മെജോറിറ്റി ഓഫ് കൺട്രീസ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻ ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും ഏതൊരു ഗ്ലോബിലുള്ള ഏതൊരു ഇഷ്യൂസിനെയും മുൻകണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻ. അപ്പോൾ 4 ഡെക്കേഡ്സ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UN has continuously recommended inclusive education. അപ്പോൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. 1970 ആയപ്പോഴത്തേനും യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ റെക്കമെൻഡഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു അതർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ലൈക്ക് സെഗ്രിഗേറ്റഡ് ഓർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സ്പെസിഫിക്കലി ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1981 ആയപ്പോഴത്തേന് UN അനൗൺസ് ചെയ്തു, അതായത് ഡിസേബിൾഡ് പേഴ്സണിൻ്റെ ഇയർ, UN ഇയർ ഓഫ് ദ ഡിസേബിൾഡ് പേഴ്സൺ, ഇറ്റ്സ് റിസൊല്യൂഷൻ 37/52 അനൗൺസ് ചെയ്തിട്ടുള്ളത്. പാരഗ്രാഫ് 120 ഓഫ് ദ വേൾഡ്സ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ്, എന്താണ് 120 പറയണത്? എഡ്യൂക്കേഷൻ ഷുഡ് ആസ് ഫർ ആസ് പോസിബിൾ ബി പ്രൊവൈഡഡ് വിത്തിൻ ദ ഓർഡിനറി സിസ്റ്റം വിതൗട്ട് എനി ഡിസമിനേഷൻ അഗൈൻസ്റ്റ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ഓർ അഡൽട്സ്. ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രനോ അഡൽട്സിനോ ഒരു ഡിസമിനേഷനും വരുത്താത്ത രീതിയിലുള്ള എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, ഓർഡിനറി സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്റർനാഷണൽ പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഇനി പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കൗൺസിൽ അല്ലെങ്കിൽ 3 ആക്ഷൻസ് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രൈബ് ചെയ്തല്ല പറയുന്നത്, ജസ്റ്റ് നമ്മൾ അതിനെ നെയിം ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്തൊക്കെ ഒരുപാട് പോയിന്റ്സ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഓരോന്നൊന്ന് നോക്കാം. പോയിന്റ്സിനെ മാത്രം നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പോകാം. ഒന്നാമത്തേത് ഏതാണ്? ടാലി ഗൈഡ് ലൈൻസ് ഫോർ ആക്ഷൻ എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ഇത് 1989 അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. UN 1989 അഡോപ്റ്റ് ചെയ്തിട്ടത്. അടുത്തതാണ് ജോംടീൻ കോൺഫറൻസ്, ഇത് 1990 വന്നിട്ടുള്ളത്. അടുത്ത സെലമൻക വേൾഡ് കോൺഫറൻസ് ഓൺ സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ, ഇത് 1994 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഇന്റർനാഷണൽ പോളിസീസും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് വരുന്ന കുറച്ച് പോയിന്റ്സ് നോക്കിക്കേ. ഫ്രെയിംവർക്ക് ഫോർ ആക്ഷൻ, കോൺഫറൻസ് സ്റ്റേറ്റ്മെന്റ്, ദ വേൾഡ് സീക്വൻസ് പ്രൊക്ലെയിം ദാറ്റ് ഇൻ പെർട്ടിക്കുലർ യുനെസ്കോ ആസ് ദി യുണൈറ്റഡ് നേഷൻസ് ഏജൻസി ഫോർ എഡ്യൂക്കേഷൻ ആസ് ടു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഓരോ പോയിന്റ്സ് ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പോയിന്റ്സിനെ നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ പോയിന്റ്സിൽ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുക. ബിക്കോസ് നമുക്ക്, as you know, you are a B.Ed student, so a B.Ed student എന്താണ്, shouldn't be learned like നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിൽ വായിക്കരുത്. ബട്ട് ഈ PPT നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. നിങ്ങൾ ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചു നോക്കണം. കാരണം ഒത്തിരി പോയിന്റ്സ് ഉണ്ട്, നമുക്ക് എല്ലാം കൂടെ പറയൽ പോസിബിൾ അല്ല.
അടുത്തതാണ് ധാക്കർ കോൺഫറൻസ്. ഇത് 1994 പിന്നെ ഇതിനെയൊന്നും കൂടാതെ കുറെ ആർട്ടിക്കിൾസിനൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 1 പർപ്പസ്, ആർട്ടിക്കിൾ 24 എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾസിനെയും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതും കൂടെ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് എവിടത്തെയാണ്? ഇന്റർനാഷണൽ ആണ്. ഇനി ഇന്ത്യയിലത്തേതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് എന്നുള്ളത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രിയാമ്പിളിന്റെ ഭാഗത്ത് എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഉള്ള പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ് എൻഷുവേഴ്സ് ഫോർ ഓൾ സിറ്റിസൺസ് ഇക്വാലിറ്റി ബിഫോർ ലോ, നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. അതിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് 14, 15, 19, 21 എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് കൊത്താരി കമ്മീഷൻ. ഇത് നമുക്കറിയാം 1964 to 66 ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് സ്ട്രെസ്ഡ് എ കോമൺ സ്കൂൾ സിസ്റ്റം ഓപ്പൺ ടു ഓൾ ചിൽഡ്രൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, കമ്മ്യൂണിറ്റി, റിലിജൻ, ഇക്കണോമിക് കണ്ടീഷൻ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. അതാണ് കോത്താരി കമ്മീഷനിൽ പറയുന്നത്. പിന്നീട് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE 1986 പ്രകാരം വന്നിട്ടുള്ളത്. അവരും ഈ ഒരു ഇക്വാലിറ്റി ഒരു ഫണ്ടമെന്റൽ ഇഷ്യൂ വെച്ചിട്ടാണ് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 4.9 ഓഫ് ദ പോളിസി ക്ലിയർലി ഫോക്കസ് ഓൺ ദ നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പം അതിൽ മെൻഷൻ ചെയ്യുന്ന കാര്യമുണ്ട്, ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ടു ഇൻറ്റിഗ്രേറ്റ് ദ ഫിസിക്കലി ആൻഡ് മെന്റലി ഹാൻഡിക്യാപ്ഡ് വിത്ത് ദ ജനറൽ കമ്മ്യൂണിറ്റി ആസ് ഈക്വൽ പാർട്ട്നേഴ്സ് ടു പ്രിപ്പയർ ദം ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ടു ഇനേബിൾ ദം ടു ഫേസ് ലൈഫ് വിത്ത് കറേജ് ആൻഡ് കോൺഫിഡൻസ്. നോർമൽ കുട്ടികൾ, റെഗുലർ ആയിട്ട് പോകുന്ന കുട്ടികളെ പോലെ തന്നെ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഇൽനെസ് ഉള്ള കുട്ടികളെയും പഠിപ്പിക്കണം എന്നുള്ള കാര്യമാണ്. അടുത്തത് IEDC ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ. ഇത് 1974 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 1982 ദിസ് സ്കീം വാസ് ട്രാൻസ്ഫേർഡ് ഓവർ ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലേക്ക് പിന്നീട് കൈമാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഇത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ICDS 1974. ഇവിടെയും ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. 1974 വന്നിട്ടുള്ളത്. അടുത്തത് പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ POA ആണ്. ഇത് 1992 NPE ആണ് ഫോളോ ചെയ്യുന്നത്. വാസ് ഫോളോഡ് ബൈ POA ആൻഡ് ദേ സജസ്റ്റഡ് എ പ്രഗ്മാറ്റിക് പ്രിൻസിപ്പിൾ ഫോർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അടുത്തത് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആണ്. RCI 1992 പ്രകാരമുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് നാഷണൽ ട്രസ്റ്റ് ആക്ട്. ലാസ്റ്റ് വൺ അല്ല, 8th വൺ ഇസ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. അപ്പോൾ ഇതിനകത്ത് ഇനിയും പോയിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. 9th വൺ നോക്കിക്കേ, പ്രോജക്ട് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ്, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, വേൾഡ് കമ്മിറ്റ്മെന്റ് ഓൺ എഡ്യൂക്കേഷൻ ആസ് എ റൈറ്റ്, സർവ ശിക്ഷ അഭിയാൻ, നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് വിത്ത് ഡിസബിലിറ്റീസ്. അത് 2005 നാഷണൽ പോളിസി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഓഫ് 2006. Right of children to free and compulsory education 2009, the right of person with disabilities bill 2014. അങ്ങനെ 16 പോയിന്റ്സ് ആണ് ഇൻ ടോട്ടൽ ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാം ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 5 to 6 എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയാലും കൊത്താരി കമ്മീഷൻ ആയാലും സിമ്പിൾ ആയിട്ടുള്ളതാണ്. സർവശിക്ഷ അഭിയാൻ ഈസിയാണ്. സോ അങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെക്കുക. എസ് എഴുതുന്ന സമയത്ത് നിങ്ങളിത് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാനുള്ള റീസൺ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അടുത്താണ് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പോയിന്റ്സിൽ ശരിക്കും വരുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് എക്സ്ട്രാ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിനകത്ത് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ബട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇന്ത്യ ആസ് എ സിഗ്നേറ്ററി to the UNCRPD, once a country ratifies a convention, it is legally obliged to bring its law and policies in alignment with the convention. അപ്പം ഒരു ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺവെൻഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ അലൈൻ ചെയ്യുക, ആ ഒരു കൺവെൻഷനെ ഒബേ ചെയ്യുക എന്നുള്ളത് ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് ദിസ് പ്രിൻസിപ്പിൾ ദാറ്റ് ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ഹാസ് ബീൻ ഡെവലപ്ഡ് ആസ് പെർ ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് RPD. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് 2016 ഈ ഒരു റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് വന്നിട്ടുള്ളത്. അടുത്തത് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഓൺ CWDs ഇൻ ഇന്ത്യ. ഓക്കെ,
ഇവിടെ എന്താണ് പറയുന്നത്? The very first seed of integrated education in India was sown by the international agencies like Royal Commonwealth Society for the Blind and ക്രിസ്റ്റഫേൽ ബ്ലൈൻഡൻ മിഷൻ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു ഏകദേശം ഏത് സമയം ഏത് കാലഘട്ടത്തിലാണെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നിട്ടുള്ള കുറച്ച് ഏജൻസീസ്, ഇന്റർനാഷണൽ ഏജൻസീസ് ആണ് റോയൽ കോമൺവെൽത്ത് സൊസൈറ്റിയും അതുപോലെ നമ്മൾ പറഞ്ഞ ക്രിസ്റ്റഫേൽ ബ്ലൈൻഡൻ മിഷനും കാര്യങ്ങളും ഒക്കെ, വിച്ച് ബിഗാൻ എക്സ്പെരിമെന്റിംഗ് വിത്ത് ഇന്റഗ്രേഷൻ ഓഫ് വിഷ്വലി ഇംപയർഡ് ചിൽഡ്രൻ ആൻഡ് അതർ ചിൽഡ്രൻ ഇൻ റെഗുലർ സ്കൂൾ. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. At the same time, the Ministry of Education launched in 1952 a comprehensive scheme of awarding scholarships to children with disabilities in regular school. അപ്പോൾ റെഗുലർ സ്കൂളിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ്സും കാര്യങ്ങളും ഒക്കെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 1952 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി റീസെന്റ് ഇനീഷ്യേറ്റീവ്സിൽ വരുന്ന കാര്യമാണ് എന്ത്? സമഗ്ര ശിക്ഷ അഭിയാൻ. Okay, an initiative of the government of India to universalize secondary education is Sarva. The integrated scheme on school education aims to look at education of all children, including the children with special needs, in continuum from pre-nursery to class +2. അപ്പം ചെറിയ ക്ലാസ് മുതൽ +2 വരെയുള്ള ആ എഡ്യൂക്കേഷൻ്റെ ഇടയിൽ തന്നെ കുട്ടികൾക്ക് ഇതുപോലെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ യൂണിവേഴ്സലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പദ്ധതിയുടെ പേരാണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്നുള്ളത്. അതിനകത്ത് കുറച്ചും കൂടെ പോയിന്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അതിൽ വരുന്നതാണ് അടുത്തത് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ഈ ഒരു സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് അറ്റ് ദ സ്കൂൾ ലെവൽ ആൻഡ് അസസ്മെന്റ് ഓഫ് ഹെർ ഓർ ഹിസ് എഡ്യൂക്കേഷണൽ നീഡ്സ്. അവരുടെ ഡിസബിലിറ്റി മനസ്സിലാക്കി അവരുടെ നീഡ്സ് എന്താണെന്നും കൂടെ വ്യക്തമാക്കുക. Provision of aids and appliances assistive devices to the children with special needs as per requirement. ചെവി കേൾക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എയ്ഡുകൾ, കണ്ണ് കാണാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്ലയൻസസ്, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റീവ് ഡിവൈസസ് ഒക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. റിമൂവൽ ഓഫ് ആർക്കിടെക്ചറൽ barriers in schools so that students with disability have access to classrooms, laboratories, libraries and toilets in the school. അപ്പോൾ നമുക്കറിയാം ഒരു സ്കൂള് ബിൽഡ് ചെയ്യുന്നതിന് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി കണ്ണ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവിടെ കണ്ണ് കാണാത്തവർക്കോ അല്ലെങ്കിൽ മറ്റ് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്കോ ഒരു റോളും ഇല്ല. ഇപ്പം ഡിസേബിൾ ആയിട്ടുള്ള ഒരു കാലിന് വയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു റാമ്പ് വേണ്ടി വരും അവരുടെ വീൽ ചെയർ ഉപയോഗിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും സ്കൂളിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ സ്കൂള് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോർമൽ ബുക്സോ കാര്യങ്ങളോ വായിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ബ്രെയിൽ ബുക്സോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഓഡിയോ റെക്കോർഡിങ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് കുറച്ചും കൂടെ പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലേണിംഗ് മെറ്റീരിയൽസിനെയും മെഡിക്കൽ ഫെസിലിറ്റീസിനെയും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് പിന്നെന്താ, CWDs will have access to support services through special educators. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിർത്തണം എന്നുള്ളതും കൂടിയാണ് അവിടെ പറയുന്നത്. അതുപോലെ അവർക്ക് ആവശ്യമുള്ള സർവീസസും കൗൺസിലിംഗും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള മെൻറ്റേഴ്സും അവർക്ക് വേണം. ഇനി അതിൽ പറയുന്നതാണ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ ഓഫ് ദ സ്കീം. അതാണ് ഹയറിംഗ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കരിക്കുലർ ആക്സസ് ആൻഡ് reform in examination system, building synergy with special schools, research and development, increasing awareness through parent empowerment programs, peer sensitization, etc. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ ഒരുപാട് മുൻപോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയുമാണ് നമുക്ക് എമർജൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയിൽ പറയാനുള്ളത്. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലംസും പ്രോസ്പെക്ട്സും. അതുപോലെ തന്നെ പ്രോബ്ലംസിനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ ഒരു അംബ്രല്ല ടേം ആയിട്ട് പഠിക്കാവുന്നതാണ്. കാരണം രണ്ടെണ്ണത്തിലും സിമിലർ ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളുമാണ് വരുന്നത്. സോ ഫാർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.